സർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു തെറ്റും തിരുത്താൻ പോകുന്നില്ല. ജോർജ് സാർ ഇപ്പോഴും പഴയ ജോർജ് സാർ തന്നെയാണ് എന്ന അവസ്ഥയല്ലേ സാർ? സാർ, കപ്പൽ ആടി ഉലഞ്ഞു എന്ന് മാത്രമല്ല, കപ്പൽ ഒന്നാകെ മുങ്ങിപ്പോയി. കപ്പിത്താൻ മാത്രം രക്ഷപ്പെട്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ ഈ ട്രഷറി ബെഞ്ചിൽ അന്ന് ഉയർന്നത് പരിഹാസത്തിന്റെ ശീൽക്കാരങ്ങളായിരുന്നു സാർ. അന്ന് പരിഹസിച്ച പലരും ഇന്ന് ഈ സഭയിലില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടുകൂടി അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സാർ. സാർ, മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന അഹങ്കാരം നിറഞ്ഞ ചോദ്യത്തിനോട് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഞങ്ങൾക്ക് UDF ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പാണ് സാർ ഇവിടെ നടന്നിട്ടുള്ളത്. സാർ, എന്തെല്ലാം അവകാശവാദങ്ങളാണ് സാർ ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കപ്പൽ ആടി ഉലയുകയില്ല. സാർ, കപ്പൽ ആടി ഉലഞ്ഞു എന്ന് മാത്രമല്ല, കപ്പൽ ഒന്നാകെ മുങ്ങിപ്പോയി. കപ്പിത്താൻ മാത്രം രക്ഷപ്പെട്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാറെ, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ ഈ ട്രഷറി ബെഞ്ചിൽ അന്ന് ഉയർന്നത് പരിഹാസത്തിന്റെ ശീൽക്കാരങ്ങളായിരുന്നു സാർ. അന്ന് പരിഹസിച്ച പലരും ഇന്ന് ഈ സഭയിലില്ല. സാർ, അന്ന് എന്തെല്ലാമാണ് വാദഗതികൾ നിങ്ങൾ നിരത്തിയത്. ഞങ്ങൾക്ക് 52 ഫിക്സഡ് സീറ്റുകളുണ്ട്. ബാക്കി 88 സീറ്റിൽ 20 സീറ്റ് ജയിച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വരും. സാർ, നിങ്ങളുടെ കോട്ടകൾ, നിങ്ങളുടെ ആ ഫിക്സഡ് സീറ്റുകൾ എന്ന് പറയുന്ന കോട്ടകളെല്ലാം സാർ ഒന്നൊന്നായി തകർന്നു വീഴുന്ന കാഴ്ചയാണ് സാർ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. സാർ, സാക്ഷാൽ EK നയനാർ മത്സരിച്ച തൃക്കരിപ്പൂർ, സാർ 70-ന് ശേഷം ഇന്ന് വരെ UDF ജയിക്കാത്ത തളിപ്പറമ്പ്, പയ്യന്നൂർ, സാർ സാറ് നാദാപുരം, ചരിത്രത്തിലാദ്യമായി കോങ്ങാട്, ഇങ്ങോട്ടെടുത്താൽ നിരവധി മണ്ഡലങ്ങൾ, നിങ്ങളുടെ കോട്ടകളായിരുന്ന മണ്ഡലങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയത്തോടുകൂടി നമ്മൾ അധികാരത്തിൽ വന്നു. സാർ, 11 ഘടകകക്ഷികളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. സാർ, ഇന്ന് കേവലം 3 ഘടകകക്ഷികൾ മാത്രമാണ് ഇടത് മുന്നണിക്ക് ഈ സഭയിലുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സാറ്, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിനെ ഇന്നിവിടെ കാണുന്നില്ല സാർ. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മാണി സാറിന്റെ ആത്മാവായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാർ, കോഴ മാണി എന്ന് ആക്ഷേപിച്ചവരോടൊപ്പം ആ പാർട്ടി കൂടിച്ചേർന്നതിൽ മാണി സാറിന്റെ ആത്മാവ് എന്തുമാത്രം വേദനപ്പെട്ടിരിക്കും. ഇന്ന് മാണി സാർ അവരുടെ പരാജയത്തിൽ ഇന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട്. സാർ, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ തെറ്റുകൾ തിരുത്തും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തെറ്റുകൾ തിരുത്തും എന്ന് നിങ്ങൾ പറഞ്ഞു. സാർ, നിങ്ങളുടെ പ്രതികരണങ്ങൾ തെറ്റുകൾ തിരുത്തുന്നതിലേക്കാണോ സാർ ചൂണ്ടിക്കാണിക്കുന്നത്? ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി എന്താണ് പറഞ്ഞത്? വർഗ ശത്രുക്കളെല്ലാം കൂടി ചേർന്ന് ഞങ്ങളെ പരാജയപ്പെടുത്തിയെന്നാണ്. സാർ, UDFന് വോട്ട് ചെയ്ത ദശലക്ഷക്കണക്കിന് ജനങ്ങളാണോ സാർ നിങ്ങളുടെ വർഗ ശത്രുക്കൾ? സാർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു തെറ്റും തിരുത്താൻ പോകുന്നില്ല. ജോർജ് സാർ ഇപ്പോഴും പഴയ ജോർജ് സാർ തന്നെയാണ് എന്ന അവസ്ഥയല്ലേ സാർ ഇന്ന് നിങ്ങളുടെ ഈ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സാർ, ഇവിടെ ഒരു പുതുയുഗം ഈ കേരളത്തിന് ഞങ്ങൾ നൽകും എന്നാണ് UDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. അതാണ് ഈ നയപ്രഖ്യാപനത്തിലൂടെ നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഗവൺമെന്റിന്റെ സമീപനത്തിലൂടെ തന്നെ ഒരു പുതുയുഗത്തോടുള്ള സമീപനം, നയമാറ്റം ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുകയാണ്.
സർ, കഴിഞ്ഞ 10 വർഷക്കാലമായി അടഞ്ഞുകിടന്ന സെക്രട്ടേറിയറ്റിന്റെ കവാടങ്ങൾ ജനങ്ങൾക്കായി മലർക്കെ തുറന്നു കൊടുത്തിരിക്കുകയാണ് സർ. സർ, ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ ഭരണാധികാരികളുടെ സ്ഥാനത്ത് നിങ്ങൾ കൂടുതൽ ചോദിക്കൂ എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിൽ വന്നു സർ. സർ, 2 കഷ്ണം കറുത്ത തുണിയും 2 മുദ്രാവാക്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങളുടെ മുന്നിലിട്ട് മൃഗീയമായി പോലീസ്, നിങ്ങളുടെ അംഗരക്ഷകന്മാർ മൃഗീയമായി ചവിട്ടിക്കൂട്ടിയപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ പ്രതീക്ഷിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ പേരക്കുട്ടികളുടെ പ്രായമുള്ള അവരെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിച്ചതിൽ നിങ്ങൾക്ക് വേദനയുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ നിങ്ങൾ പിന്നീട് നടത്തിയ പ്രതികരണങ്ങൾ, നിങ്ങൾ ആ ആക്രമണം, പൈശാചികമായ ആക്രമണം നിങ്ങൾ ആസ്വദിച്ചു എന്നുള്ളതാണ് പിന്നീട് നിങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സർ, കുലംകുത്തി തന്നെ എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് 2 തവണ മുഖ്യമന്ത്രിയായിട്ടും ആ മാനസികാവസ്ഥയിൽ നിന്ന് അങ്ങ് മാറിയിട്ടില്ല എന്ന് കാണിക്കുന്ന സംഭവ വികാസങ്ങളാണ് സാർ. അന്ന് അങ്ങയുടെ മുമ്പിൽ ചവിട്ടിക്കുട്ടിയ AD തോമസിനെ ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവന്ന് സാർ, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് സാർ. ആ കുറ്റകൃത്യം ചെയ്തവരെ, ആ പോലീസുകാരെ നിയമ നടപടിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു വലിയ മാറ്റമാണ് സാർ ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സാർ, സാമൂഹ്യ നീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ച, പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം, സാർ, അവസര സമത്വവും മാനുഷിക കൂടിയിട്ടുള്ള സാങ്കേതിക വികസനവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ്, ഒരു സമീപനമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിവരയിടുന്ന നയപ്രഖ്യാപനമാണ് സാർ VD സതീശൻ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനവുമായി ഗവർണർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സാർ, നയപ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ റൂട്ട് മാപ്പ് എവിടെ എന്നാണ് ചോദിച്ചത്. സാർ, ഇതാണ് സാർ ഞങ്ങളുടെ റൂട്ട് മാപ്പ്. സാർ, വികസനം എന്നാൽ അത് മനുഷ്യന്റെ ജീവിതത്തെ സ്പർശിക്കുന്നതാകണം വികസനം എന്ന് അടിവരയിടുന്ന നയപ്രഖ്യാപനമാണ്, സർക്കാരിന്റെ നയമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ പാവപ്പെട്ടവന്റെ വീട്ടിലെ അടുക്കളയിലും കിടപ്പുമുറിയിലും കയറി മഞ്ഞക്കുറ്റി അടിക്കുന്ന വികസനമല്ല സാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വികസന സമീപനം. സാർ, നിങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തത് വികസനം എന്ന പേരിൽ നടപ്പിലാക്കും, എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യുകയുമില്ല എന്നതാണ് നിങ്ങളുടെ സമീപനം. സാർ, ഇവിടെ കരമന കളിയിക്കാവുള്ള റോഡ്, സാർ, ഈ ഘട്ടം 2 കിലോമീറ്റർ ദൂരം, 1.9 കിലോമീറ്റർ ദൂരം ടാർ ചെയ്യാൻ 5 വർഷമായും ടാറിങ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. സാർ, നിങ്ങൾ പ്രഖ്യാപിച്ചു 5 വർഷം കൊണ്ട് മലയോര ഹൈവേ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് 1179 കിലോമീറ്റർ മലയോര ഹൈവേയിൽ നിങ്ങൾക്ക് 10 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് 476.16 കിലോമീറ്റർ മാത്രം. സാർ, തീരദേശ ഹൈവേ 5 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. 605 കിലോമീറ്റർ വരുന്ന തീരദേശ ഹൈവേയിൽ നിങ്ങൾക്ക് വെറും 8 കിലോമീറ്റർ മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. സാർ, വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. സാർ, കഴിഞ്ഞ 3.5 വർഷക്കാലമായി പാവപ്പെട്ട ജനങ്ങളുടെ ആധാരം വാങ്ങി വെച്ചിട്ട് അവരെ വഴിയാധാരമാക്കി എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. സാർ, സാറ്, വികസനത്തിന് പുതിയ സമീപനങ്ങൾ വരികയാണ്. സാർ, സംസ്ഥാനത്തെ ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ട് സെന്ററാക്കി മാറ്റുകയാണ്, ഒരു സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുകയാണ്. സാർ, കേരളത്തിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമീപനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഈ ഗവൺമെന്റിന്റെ സമീപനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. സാർ, ഈ തുറമുഖങ്ങളിൽ, ആ തുറമുഖങ്ങളുടെ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ നിങ്ങൾ സമ്പൂർണമായും പരാജയപ്പെട്ടു. സാർ, വിഴിഞ്ഞം തുറമുഖം, സാർ, ഈ കാലയളവ് കൊണ്ട് 18 ലക്ഷം കണ്ടെയ്നറുകൾ ആ വിഴിഞ്ഞം തുറമുഖത്ത് വന്നുപോയി.
സർ, ഒരു കണ്ടെയ്നറെങ്കിലും ആ ഗേറ്റ് കടന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ടോ സാർ? ഈ 18 ലക്ഷം കണ്ടെയ്നർ എന്തുകൊണ്ടാണ് സാർ? അങ്ങേക്കറിയാം, ഏതൊരു PPP പ്രോജക്റ്റുകളിലും അടിസ്ഥാന സൗകര്യ വികസനം ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ റെയിലും റോഡും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഒപ്പിട്ട ആ കരാറിൽ 2 വർഷം കൊണ്ട് ആ തുറമുഖത്തെ നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ 2017 ബന്ധിപ്പിക്കണം. സാർ, ഈ അടുത്തിടെ മുൻ മുഖ്യമന്ത്രി അവിടെ 2ാം ഘട്ട ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ആ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന റോഡ് സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു. സാർ, ഇപ്പോഴും ആ റോഡിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, റെയിലും റോഡും യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുമായിരുന്ന വികസനത്തിന്റെ അനന്ത സാധ്യതകൾ നമുക്ക് കണക്ക് കൂട്ടാൻ പോലും കഴിയുന്നതിനപ്പുറമായിരിക്കും സാർ. അങ്ങനെ ഈ സർക്കാർ പരാജയപ്പെട്ടിടത്ത് ഈ കേരളത്തെ ഒരു സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റാൻ കേരളത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു കാലത്ത് നമ്മൾ ടൂറിസത്തെ പ്രയോജനപ്പെടുത്തിയതുപോലെ പുതിയൊരു മേഖല ഈ കേരളത്തിനായി ഐക്യജനാധിപത്യ മുന്നണി തുറന്നു കൊടുക്കുകയാണ് സാർ. അതുപോലെ തന്നെ ദക്ഷിണേഷ്യയിലെ സിവിൽ വ്യോമയാനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി ഈ കേരളത്തെ മാറ്റുന്ന വ്യോമയാന അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു നിര ഈ സർക്കാർ വികസിപ്പിക്കാൻ സാർ പുതിയ പുതിയ മാർഗങ്ങൾ, പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് ഈ നാടിന്റെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുന്ന നടപടിയിലേക്കാണ് സർക്കാർ കടന്നു പോകുന്നത്. സാർ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ സാർ, ഈ 15-ാം തീയതി മുതൽ കേരളത്തിലെ വനിതകൾ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പോവുകയാണ് സാർ. സൗജന്യമായി യാത്ര ചെയ്യാൻ പോവുകയാണ് സാർ. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഞങ്ങൾ 3000 രൂപയായി വർദ്ധിപ്പിക്കും സാർ. നിങ്ങൾ കഴിഞ്ഞ 2021 പറഞ്ഞത് ഞങ്ങൾ 2500 രൂപയാക്കും പെൻഷൻ എന്ന് പറഞ്ഞു സാർ. നിങ്ങൾ 2500 രൂപയായി ആക്കിയിരുന്നെങ്കിൽ ഓരോ മാസവും 900 രൂപയുടെ വർധനവ് പാവങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. അങ്ങനെ വന്നാൽ 5 വർഷം കൊണ്ട് 54,000 രൂപ അവർക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് കേവലം 400 രൂപ, 2 മാസങ്ങൾക്ക് മുമ്പ് 400 രൂപ വീതം വർദ്ധിപ്പിച്ച് 54,000 രൂപ അധികമായി ലഭിക്കേണ്ടിടത്ത് 800 രൂപ മാത്രം നൽകിയവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ 3000 രൂപ വീതം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പാവങ്ങളുടെ സങ്കടം പരിഹരിക്കാൻ പോവുകയാണ് സാർ. സാറ്, കോളേജിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അവർക്ക് 1000 രൂപ പ്രതിമാസം നൽകുന്നു സാർ. വയോജനങ്ങൾക്കുള്ള വകുപ്പ് അതിന്റെ തീരുമാനമായി കഴിഞ്ഞു സാർ. സാർ, യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ സംരംഭങ്ങൾ ആരംഭിക്കാൻ കൊടുക്കുന്നു. വിദേശങ്ങളിലേക്ക് വണ്ടി കയറാൻ നിൽക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ നാട്ടിൽ തന്നെ നിലനിർത്താനുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തമായ ചുവടുവയ്പ്പാണ് സാർ ഈ പ്രഖ്യാപനത്തിലൂടെ കാണുന്നത്. സാർ, കേരളം കണ്ട ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തകനായ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ് സാർ. സാർ, കേരളത്തിലെ ആരോഗ്യരംഗം സാർ, ആരോഗ്യ സംരക്ഷണം എന്നത് ജനങ്ങളോടുള്ള സർക്കാരിന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണെന്നുള്ള പ്രഖ്യാപനമാണ് സാർ ഈ നയപ്രഖ്യാപനത്തിലൂടെ നടത്തിയിരിക്കുന്നത്. സാർ, എങ്ങനെയായിരുന്നു സാർ കഴിഞ്ഞ കാലത്തെ ആരോഗ്യ മേഖല? സാറ്, ധനകാര്യമന്ത്രി തന്നെ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതികൾ വെട്ടിക്കുറച്ചു എന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീ K. ബാബുവിന് നൽകിയ മറുപടി പറയുന്നു. 295 കോടി രൂപയുടെ പദ്ധതികളാണ് വെട്ടിക്കുറച്ചത്. സാർ, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് സംഭരണത്തിൽ 700 കോടി രൂപ കൊടുക്കാനുണ്ട്. 2025-26 മരുന്ന് സംഭരണത്തിന് വേണ്ടത് 1014 കോടി രൂപയാണെങ്കിൽ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത് വെറും 356 കോടി രൂപ മാത്രമാണ് സാർ. സാർ, ഒരു ഗുളിക കഴിക്കേണ്ടിടത്ത് 1/4 ഗുളിക കഴിച്ചാൽ മതിയാവുമോ സാർ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് നിങ്ങൾ കൊട്ടിഘോഷിച്ചു.
ആ കാസ്പിലെ മെഡിക്കൽ കോളേജുകൾക്ക് മാത്രം കുടിശ്ശിക 1550 കോടിയാണ്. മറ്റു സർക്കാർ ആശുപത്രികൾക്ക് 1200 കോടി രൂപ. ഇന്ന് സർക്കാർ ആശുപത്രി, നിങ്ങളുടെ കാലത്ത് സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ പരമദയനീയമാണ് സാർ. ഇന്ന് മെഡിക്കൽ കോളേജിൽ പോയാൽ ഒരു ബെഡിൽ 2 രോഗത്തിന് വരുന്ന രോഗികൾ ഒരു ബെഡിൽ കിടക്കുകയാണ് സാർ. ബെഡിനടിയിൽ 4 പേർ കിടക്കുകയാണ് സാർ. സാറ് ചികിത്സാ പിഴവ് കാരണം രോഗി മരിച്ചു വീഴുന്ന സാഹചര്യം നിങ്ങളുടെ ഭരണകാലത്തുണ്ടായി. സാറ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗനിർണയത്തിനായി രോഗികളുടെ ശരീരാവയവങ്ങൾ പതോളജി ലാബിലേക്കാണ് കൊടുത്തുവിടുന്നത്. സാർ, പതോളജി ലാബിലേക്ക് കൊടുത്തുവിട്ട രോഗികളുടെ ശരീരഭാഗങ്ങൾ ആക്രി കച്ചവടക്കാരന്റെ അടുത്ത് എത്തിച്ചവരാണ് കഴിഞ്ഞ ആരോഗ്യ വകുപ്പ് എന്ന് നിങ്ങൾ ഓർക്കണം. സർജിക്കൽ മോപ്പ് ഗർഭപാത്രത്തിൽ വെച്ച് തുന്നിയ ഒരു കാലഘട്ടം നിങ്ങളുടെ കാലഘട്ടം അല്ലാതെ വേറൊരു കാലഘട്ടം ഉണ്ടാവും. എന്താ സാർ ഇത്? സാർ, SC/ST വിഭാഗങ്ങൾക്കുള്ള ഭവന നിർമ്മാണത്തിന് ശക്തമായ ഊന്നൽ നൽകും. സാറ്, പ്രാതിനിധ്യം കുറവുള്ള സർക്കാർ സർവീസുകളിൽ SC/ST വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ദേവസ്വം ബോർഡ് നിയമനങ്ങളിലും പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് ഈ നയപ്രഖ്യാപനം അടിവരയിട്ട് പറയുകയാണ് സാർ. സാറ്, SC/ST വിഭാഗങ്ങളെ അവഗണിച്ച ഒരു സർക്കാരല്ലേ സാർ നിങ്ങളുടേത്? സാറ്, കഴിഞ്ഞ തവണ SC വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മന്ത്രി പോലും ആക്കാത്ത ഒരു ഭരണകൂടമായിരുന്നു നിങ്ങളത്. മന്ത്രി പോലും നിങ്ങളാക്കിയിട്ടില്ല. സാറ്, SC ഫണ്ടിൽ 2024-25 500 കോടിയും ST ഫണ്ടിൽ 120 കോടിയും വെട്ടിക്കുറച്ചവരാണ് നിങ്ങൾ. സാർ, ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും. മാല മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച ഒരു ദളിത് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ കോടതിയിൽ പോകാനാണ് പറഞ്ഞത്. സാർ, ഇതാണ് നിങ്ങളുടെ സമീപനം. സാറ്, എൻ്റെ മകൻ രാത്രി വരുമ്പോൾ എനിക്ക് കതക് തുറന്നു കൊടുക്കാൻ ഭയമാണ്. അവന് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ എനിക്ക് പേടിയാണ്. അവൻ മയക്കുമരുന്നിന് അടിമയായി വരുമ്പോൾ എന്നെ അമ്മയെ പോലെയല്ല കാണുന്നത്. വിദേശത്തുള്ള അവൻ്റെ അച്ഛൻ അറിഞ്ഞാൽ അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കും. സാർ, മയക്കുമരുന്നിന് അടിമയായ മക്കളുടെ മാതാപിതാക്കളുടെ ഭയവിഹുലമായ മനസ്സിന്റെ പ്രതികരണമാണ് സാർ ഒരു അമ്മയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാർ, ഇത് അവസാനിപ്പിക്കാൻ ഈ കഴിഞ്ഞ കാലത്തല്ലേ ഈ കേരളം ഒരു മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറിയത്? അത് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി ആരംഭിക്കുകയാണ്. അതിന്റെ ശൃംഖല നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സാർ.